നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 പ്രകൃതിയിൽ ഓരോ വസ്തുവിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. അത് കണ്ടറിഞ്ഞ് അവയെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതറിയുന്നവരുടെ കണ്ണിൽ ഒന്നും ഉപയോഗശൂന്യമല്ല. ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തെ സമീപിച്ച് തൻ്റെ വസ്ത്രങ്ങൾ പഴകിയതിനാൽ പുതിയൊരു വസ്ത്രം നൽകണമെന്ന് അപേക്ഷിച്ചു. ബുദ്ധൻ അതിനനുവാദം നൽകി. കുറേ സമയം കഴിഞ്ഞ് ശ്രീബുദ്ധൻ ശിഷ്യനോട് ചോദിച്ചു, പുതിയ വസ്ത്രം ഇഷ്ടപ്പെട്ടോ? ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഈ വസ്ത്രം വളരെ നല്ലതാണ്, എനിക്ക് വേറെ ആവശ്യമില്ല. വീണ്ടും ബുദ്ധൻ ചോദിച്ചു, അപ്പോൾ നിന്റെ പഴയ വസ്ത്രം എന്തു ചെയ്തു? ഞാനത് കിടക്കാനുള്ള വിരിപ്പായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ശിഷ്യൻ പറഞ്ഞു. ആ പഴയ വിരിപ്പ് കളഞ്ഞോ എന്നായി ശ്രീബുദ്ധൻ. ഇല്ല, ഞാനത് ജനാലമറയായി ഉപയോഗിക്കുന്നു എന്ന് ശിഷ്യൻ മറുപടി പറഞ്ഞു. ആ പഴയ തുണിമറ എന്തു ചെയ്തു എന്ന് ബുദ്ധൻ വീണ്ടും ചോദിച്ചു. അത് അടുക്കളയിൽ ചൂടുപാത്രങ്ങൾ പിടിക്കാനായി ഉപയോഗിക്കുന്നു എന്ന് ശിഷ്യൻ പറഞ്ഞു. അതിന് നേരത്തെ ഉപയോഗിച്ചിരുന്ന തുണി എന്തു ചെയ്തു എന്നായി ബുദ്ധൻ. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഗുരു, അത് വളരെയധികം കീറിയിട്ടുണ്ടായിരുന്നു. അതിന് വേറെ ഉപയോഗം ഒന്നുമില്ലാത്തത് കൊണ്ട് രാത്രിയിൽ പുസ്തകം വായിക്കുമ്പോൾ കത്തിച്ചു വയ്ക്കുന്ന വിളക്കിൻ്റെ തിരിയായി ഉപയോഗിക്കാനായി എടുത്തു. ശിഷ്യന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ശ്രീബുദ്ധൻ പുഞ്ചിരിച്ചു. വസ്തുക്കൾ പരമാവധി ഉപയോഗിച്ച് മാലിന്യമില്ലാതെയാക്കി ശുചിത്വം നിലനിർത്താൻ ഓരോ വ്യക്തിയും ശ്രമിക്കണം എന്ന സന്ദേശമാണ് ഈ കഥയിൽ. തുടർന്ന് നമുക്ക് മാർഗദീപമാകുന്ന ഗുരുവചനം കേൾക്കാം. വിശുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി. മറ്റെല്ലാം അതിനു മുമ്പിൽ വിറയ്ക്കും. സ്വാമി വിവേകാനന്ദൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ഏകോ വാരിജബാന്ധവ ക്ഷിതിനഭോ വ്യാപ്തം തമോ മണ്ഡലം ഭിത്വാലോചന ഗോചരോപി ഭവതി ത്വം കോടി സൂര്യപ്രഭഃ വേദ്യ കിം ന ഭവസ്യഹോ ഘനതരം കീദൃക് ഭവേന്മത്തമഃ തത് സർവം വ്യപനീയ മേ പശുപതേ സാക്ഷാത് പ്രസന്നോ ഭവ. ഏകോ വാരിജബാന്ധവ ക്ഷിതിനഭോ വ്യാപ്തം തമോ മണ്ഡലം ഭിത്വാലോചന ഗോചരോപി ഭവതി ത്വം കോടി സൂര്യപ്രഭഃ വേദ്യ കിം ന ഭവസ്യഹോ ഘനതരം കീദൃക് ഭവേന്മത്തമഃ തത് സർവം വ്യപനീയ മേ പശുപതേ സാക്ഷാത് പ്രസന്നോ ഭവ. സന്ധ്യാ
ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 58-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത്. തന്നിൽ പ്രസന്നനാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ? ഏകോ വാരിജബന്ധവക്ഷിതിനഭോ വ്യാപ്തം തമോ മണ്ഡലം ഭിത്വാ ലോചനഗോചരോപി ഭവതി ത്വം കോടി സൂര്യപ്രഭഃ വേദ്യക്കിന്ന ഭവസ്യഹോ ഘനതരം കീദൃഗ്ഭവേന്മത്തമ തത്സർവം വ്യപനീയ മേ പശുപതേ സാക്ഷാത് പ്രസന്നോ ഭവ. ഹേ പശുപതേ, അല്ലയോ പശുപതേ, സകല പശുക്കളുടെയും പതിയായിട്ടുള്ളവനെ ഭഗവാനെ, ഏകഃ വാരിജബാന്ധവഃ ക്ഷിതിനഭോവ്യാപ്തം തമോമണ്ഡലം ഭിത്വാ ലോചനഗോചരഃ അപി ഭവതി. ആദ്യമൊരു വസ്തുതയെ പറയുകയാണ്. ഏകഃ വാരിജബാന്ധവഃ, വാരിജബാന്ധവഃ, വാരിജത്തിൻ്റെ ബാന്ധവൻ. വാരിജം, വാരിയിൽ ജനിക്കുന്നത്, ജലത്തിൽ ജനിക്കുന്നത് താമര. താമരയുടെ ബന്ധു സൂര്യൻ. സൂര്യോദയത്തിലാണല്ലോ താമര വിടരുന്നത്. അപ്പം താമരയുടെ ബന്ധു സൂര്യനാണ്. ഏകനായ സൂര്യൻ, ഏകോ വാരിജബാന്ധവ, ഏകനായ സൂര്യൻ ക്ഷിതിനഭോവ്യാപ്തം തമോമണ്ഡലം ഭിത്വാ, ഭൂമിയിലും ആകാശത്തിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഇരുട്ടിൻ്റെ മണ്ഡലത്തെ ഭേദിച്ച്, താത്പര്യം ഇരുട്ടിനെ നീക്കി, സർവത്രയുള്ള ഇരുട്ടിനെ നീക്കി. ലോചനഗോചരഃ അപി ഭവതി, ലോചനഗോചരനാകുന്നു, നമ്മുടെ കണ്ണുകൾക്ക് ഗോചരനായിത്തീരുന്നു. അവിടെ സൂര്യൻ ഇരുട്ടിനെ നീക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള സൂര്യൻ നമ്മുടെ കണ്ണുകൾക്ക് ഗോചരനുമാകുന്നു. സൂര്യൻ ഇരുട്ടിനെ നീക്കുന്നത് കൊണ്ട് നമ്മൾക്ക് മറ്റു വസ്തുക്കളെ കാണാൻ കഴിയുന്നു, ശരിയാണ്. മറ്റെല്ലാ വസ്തുക്കളെയും നമ്മൾ കാണുന്നത് സൂര്യൻ ഇരുട്ടിനെ നീക്കുന്നത് കൊണ്ടാണ്. അതേ സമയത്ത് നമുക്ക് സൂര്യനെയും കാണാൻ കഴിയുന്നുണ്ട്. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് സ്ഥിതി. ത്വം തു, നീ ആകട്ടെ, കോടി സൂര്യപ്രഭ, കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയവനാണ് നീ. സൂര്യകോടി സമപ്രഭ എന്ന് പല സന്ദർഭങ്ങളിൽ ഈശ്വരസ്തുതി പരമായ ഭാഗങ്ങളിൽ പറയും. കോടി സൂര്യന് തുല്യം പ്രഭയോടുകൂടിയവൻ. വിശ്വരൂപ ദർശനം സിദ്ധിച്ച സന്ദർഭത്തിൽ ദിവിസൂര്യസഹസ്രസ്യ ഭവേത് യുഗപദുത്ഥിത യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മന എന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. ആകാശദേശത്ത് 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നാൽ എന്ത് പ്രകാശമായിരിക്കുമോ ആ പ്രകാശമാണ് വിശ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ്റേത്. വേദത്തിൽ തന്നെ സംഹിതയിൽ പോലും ആവർത്തിക്കുന്നുണ്ട്, യേന സൂര്യസ്തപതി തേജസേദ്ധഃ എന്ന്. യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നതെന്ന്. ഇപ്പോൾ സൂര്യനെ പോലും പ്രകാശിപ്പിക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയവനാണ് നീ. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? വേദ്യഃ കിം ന ഭവസി, നീ വേദ്യനാകുന്നില്ലല്ലോ, നീ അറിയപ്പെടുന്നവനാകുന്നില്ലല്ലോ. എല്ലാത്തിനെയും അറിയിക്കുന്നവനാണ് നീ, പക്ഷെ നിന്നറിയിക്കുന്നില്ല. സകലത്തിനും സത്തയെ നൽകുന്നു, പക്ഷെ ആ സത്ത എന്തെന്നറിയുന്നില്ല. ഇതാണ് സ്ഥിതി. അതാണ് പറയുന്നത്, കിം ന
വേദ്യഃ ഭവസി, നീ എന്തുകൊണ്ട് വേദ്യനായി തീരുന്നില്ല? നീ എന്തുകൊണ്ട് അറിയപ്പെടുന്നില്ല? സൂര്യൻ എല്ലാത്തിനെയും അറിയിക്കുകയും ചെയ്യുന്നു, അറിയപ്പെടുന്നവനാവുകയും ചെയ്യുന്നു. എന്നാൽ നീയാകട്ടെ കോടി സൂര്യ സമപ്രഭനാണ്, പക്ഷേ നീ അറിയപ്പെടുന്നില്ല. അഹോ, ഇത് അത്ഭുതം തന്നെ, അത്യത്ഭുതമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ പൊതുവേ സൂര്യൻ പ്രത്യക്ഷനാകുന്നില്ല, സൂര്യൻ പ്രത്യക്ഷനാകുന്നു, അതുപോലെ ഈശ്വരൻ പ്രത്യക്ഷനാകുന്നില്ല എന്നുള്ളത് ഈശ്വരൻ്റെ ന്യൂനതയായിട്ട് കാണുന്നില്ല, മറിച്ച് അത് എൻ്റെ ന്യൂനതയാണ്, അതെൻ്റെ കഴിവുകേടാണ്. അതാണ് പറയുന്നത്, കീദൃക് ഭവേ ഘനതരം ഭവേത് മമ തമഹ, എൻ്റെ ഇരുട്ട് എത്ര വലുതാണ്. ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന, ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന നിൻ്റെ സ്വരൂപത്തെ കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. എത്ര വലിയ ഇരുട്ടാണത്. ആ ഇരുട്ടിനെ നീ ഒന്ന് നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. അവസാനമായി ദീപാരാധനയാണ്. അതിനു മുൻപ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവിശേഷങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി മനസ്സിലാക്കി ദേവീ സന്നിധിയിലെത്തി മംഗളാരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് തൃപ്പകൽക്കുറി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ചെറിയ ചെറിയ കുന്നുകളും പാറകളോട് കൂടിയ കുന്നുകളും വെള്ളൂർ ആയിരവില്ലി, പൈവേലി ആയിരവില്ലി തുടങ്ങിയ ആയിരവില്ലികളും വയലേലകളും നിറഞ്ഞ ഒരു തനി ഗ്രാമപ്രദേശമാണ് തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പകൽക്കുറി ദേശം. NH-ൽ നിന്നും 8 കിലോമീറ്റർ അകലം. പടിഞ്ഞാറോട്ട് ദർശനമുള്ള അപൂർവം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പകൽക്കുറി മഹാവിഷ്ണു ക്ഷേത്രം. ഈ മഹാക്ഷേത്രത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ 12ഓളം ക്ഷേത്രങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അവിടങ്ങളിലെല്ലാം ദേവാരാധന വേണ്ട വിധത്തിൽ നന്നായി നടക്കുന്നുണ്ട്. ബ്രാഹ്മണരും അബ്രാഹ്മണരുമായ പൂജാരികൾ ഈ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നു. സാധാരണ വരുമാനക്കാരായ കൃഷിക്കാരായിരുന്നു ഇവിടുത്തെ പൂർവികർ. പകൽക്കുറി ക്ഷേത്രത്തിന് തന്നെ ആയിരപ്പറയും ഉരിയയും നിലമുണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നുണ്ട്. അതിൽ ഉരിയ നിലമൊഴികെ മറ്റെല്ലാം അന്യ കൈവശമായി. ഇന്നത്തെ പകൽക്കുറി മഹാവിഷ്ണു ക്ഷേത്രം 10 വർഷങ്ങൾക്ക് മുൻപ് വരെ മഹാദേവർ ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആരാധനാ വിഗ്രഹം ചതുർബാഹുവായ വിഷ്ണു എന്നതിൽ തർക്കമില്ല. പിന്നിൽ വലത്ത് പത്മവും പിന്നിൽ ഇടത്ത് ശംഖും മുന്നിൽ വലത്ത് ചക്രവും മുന്നിലിടത്ത് ഗദയും ചേർന്ന ചൈതന്യപൂർണമായ വിഗ്രഹമാണ് ഇന്നുള്ളത്. ശാഖപൂർണി എന്ന വേദഭാഷ്യക്കാരൻ ഭൂമിയിൽ അഗ്നിയായും അന്തരീക്ഷത്തിൽ വിദ്യുത്തായും ആകാശത്തിൽ സൂര്യപ്രകാശമായും ശോഭിക്കുന്ന തേജസ്സാണ് വിഷ്ണു രൂപമെന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേകം മഹാവിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്. കേരളം ഉൾപ്പെടുന്ന പഴയ തമിഴകത്ത് നിർമ്മിക്കപ്പെട്ട 108 മഹാക്ഷേത്രങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ശിലാനിർമ്മിതവും നിൽക്കുന്ന രൂപത്തിലുള്ളതുമായ വിഗ്രഹമാണ് പകൽക്കുറി വിഷ്ണു ക്ഷേത്രം.
വിഷ്ണു ക്ഷേത്രങ്ങളിൽ 4 പ്രദക്ഷിണം എന്നതാണ് നിയമം. പാൽപായസം, ത്രിമധുരം, വിഷ്ണു സൂക്ത പുഷ്പാഞ്ജലി, മുഴുക്കാപ്പ് തുടങ്ങിയവയാണ് ഇഷ്ട വഴിപാടുകൾ. തുളസിയാണ് പ്രിയ പുഷ്പം. വ്യാഴാഴ്ചകൾ, തിരുവോണം നക്ഷത്രം എന്നിവ പ്രധാന ദിവസങ്ങൾ. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരിയാണ് മൂലമന്ത്രം. വിഷ്ണുവിന്റെ 12 നാമങ്ങളും ശതനാമ സ്തോത്രവും അഷ്ടോത്തര ശതനാമ സ്തോത്രവും വിഷ്ണു സഹസ്രനാമവും ഇവിടുത്തെ ആരാധന മന്ത്രങ്ങളാണ്. മന്ത്രങ്ങളിൽ മുഖ്യം ഗായത്രിക്കാണ്. ഓം നാരായണായ വിദ്മഹേ വസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്നതാണ് വിഷ്ണു ഗായത്രി. സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നടത്താറുള്ള ആഘോഷങ്ങളും പൂജകളും ഇവിടെ പതിവാണ്. ഇപ്പോൾ ഒരു ദിവസത്തെ പൂജ ഒരാൾ എന്ന രീതിയിൽ നിത്യനിദാന പൂജ നടത്തിവരുന്നു. ഇത് നാട്ടുകാർക്ക് ഐശ്വര്യ സംവർദ്ധിനിയായാണ് അനുഭവം. പഴയ കാലത്ത് യുദ്ധം രാജാക്കന്മാരുടെ ഒരു തൊഴിലായിരുന്നു. ആക്രമണം രാജധർമ്മമായിട്ടാണ് കരുതി പോന്നത്. ഈ യുദ്ധക്കുതിയെ ആസ്പദമാക്കിയാണ് പകൽക്കുറി എന്ന ദേശനാമത്തിന്റെ ഉത്ഭവം. ക്രിസ്തുവർഷം 5ഉം 6ഉം ശതകങ്ങൾക്ക് തൊട്ട് പിന്നിലുള്ള കാലഘട്ടങ്ങളിൽ പകൽക്കുറിയും പ്രാന്തപ്രദേശങ്ങളും സംഘകാല സംസ്കൃതിയുടെ സന്താനമായ ആയി രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു തിദിയൻ രാജാവ്. തിരുവല്ല മുതൽ തെക്കോട്ടുള്ള പ്രദേശങ്ങൾ അടക്കി വാണിരുന്ന വൃഷ്ണി വംശജരും യാദവരുമായിരുന്ന അതിയൻ, വെളിയൻ, ചടയൻ, ആണ്ടിരൻ എന്നീ സംഘകാല രാജാക്കന്മാരിൽ ആരെങ്കിലും ഒരാളുമായി തിദിയൻ രാജാവ് പകൽ യുദ്ധത്തിന് കുറികൊണ്ട സ്ഥലമാണ് പകൽക്കുറി. സംഘകാല കൃതികളിൽ നിന്ന് രാജയുദ്ധങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതും, അതായത് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വച്ച് പകൽ യുദ്ധം എന്ന് വാക്കു കൊടുക്കുന്നതും പതിവായിരുന്നതായി മനസ്സിലാക്കാം. പകൽക്കുറിയിൽ നിന്നും 20 കിലോമീറ്റർ ചുറ്റളവിലാണ് വെളിയം. വെളിയം ഇത് വെളിയം രാജാവിന്റെ സ്ഥലമാകാം. ചടയമംഗലം ഇത് ചടയൻ രാജാവിന്റെ സ്ഥലമാകാം. വെളിനല്ലൂർ വെളിയന്റെ നല്ല ഊര്. ചെറിയ വെളിനല്ലൂർ വെളിയം രാജാവിന്റെ ചെറിയ നല്ല ഊര് എന്നീ സ്ഥലങ്ങൾ ഈ രാജാക്കന്മാരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. വെളനല്ലൂർ എന്നാണ് പ്രൊഫസർ ഇളംകുളം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നത് പ്രത്യേക പരാമർശ വിഷയമാണ്. പകൽക്കുറി ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി ആനക്കൊട്ടിലിന് സമീപം കൊത്തിവെച്ചിട്ടുള്ള ശിലാലിഖിതത്തിൽ തിദിയൻ വക എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ വിലപ്പെട്ട ഒരു രേഖയായി കണക്കാക്കാം. വക എന്നതിന് അതീശത്വം എന്ന അർത്ഥമാണ് പല പുരാതന രേഖകളിലും കാണുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം 1500 വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കൽപ്പിക്കാവുന്നതാണ്. പകൽക്കുറി ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും പ്രൊഫസർ ഇളംകുളം തന്റെ കൃതിയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തിക്കരയാറ്റിന്റെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിൽ പൂജാരിക്ക് ആറ്റിൽ കുളിച്ച് ശുദ്ധി വരുത്തി കാൽനടയായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന്
ആറ്റിൽ കരിങ്കല്ലിൽ തീർത്ത പടികളും അവിടം മുതൽ ക്ഷേത്രം വരെ കരിങ്കൽ പാകിയ നടപ്പാതയും ഇവിടെ കാണാൻ കഴിയും. വെട്ടുകല്ലിൽ തീർത്ത അർദ്ധവൃത്താകൃതിയിലുള്ള ആനവാതിൽ ഇന്നും ഒരു അത്ഭുതമാണ്. ക്ഷേത്രത്തിന് ദക്ഷിണഭാഗത്തായി അതിവിശാലമായ ഒരു ഊട്ടുപുരയും കളിത്തട്ടും പഴയതായി ഇന്നുമുണ്ട്. ചുറ്റമ്പലത്തിനുള്ളിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്കായി ഒരു കിണർ നിലവിലുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി അതിവിശാലമായ ഒരു കല്ലറയും കാണാം. അതിനുള്ളിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്കായുള്ള തിരുവാഭരണം, നെറ്റിപ്പട്ടം, പൂജാപാത്രങ്ങൾ, ഊട്ടുപുരയ്ക്കാവശ്യമായ ചെമ്പ്, ഉരുളി, നിലവിളക്കുകൾ തുടങ്ങി അനേകം വസ്തുക്കൾ ഈ കല്ലറയിൽ ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു. ഇന്ന് അതൊക്കെ എന്നോ എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കാമെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിലായി ബ്രാഹ്മണ ഗ്രഹങ്ങളായ മഠങ്ങൾ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇന്നും ആ പേരിലുള്ള വീടുകൾ നിലവിലുണ്ട്. ഉപദേവതമാരായി ഗണപതി, ശിവൻ, പാർവതി, ശാസ്താവ്, ഭൂതനാഥൻ, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരുമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ പൂജകളും അതേപോലെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് പകൽക്കുറി. പകൽക്കുറി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സവിശേഷമായ ഒരു ചടങ്ങാണ് മകരശിവേലി. ഭദ്രദീപ അകമ്പടിയോടുകൂടിയാണ് ഇവിടെ മകരശിവേലി നടക്കുന്നത്. ചിങ്ങത്തിലെ അഷ്ടമി രോഹിണി നാളിൽ കൃഷ്ണാവതാരം വരത്തക്ക വിധത്തിലാണ് 10 അവതാരങ്ങൾ ചാർത്തുന്നത്. കുംഭമാസത്തിലെ അത്തത്തിന് കൊടിയേറി 10 ദിവസമാണ് പകൽക്കുറി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം. ഉത്സവത്തിൽ ഏറ്റവുമധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന പ്രധാന ഇനമാണ് ഗജമേള. 31 ആനകൾ അണിനിരക്കുന്ന ഗജമേള 9ാം ഉത്സവത്തിന്റെ പള്ളിവേട്ട കഴിഞ്ഞാണ് നടക്കുന്നത്. അഭയം പ്രാപിക്കുന്നവർക്ക് അരനേരം പോലും കളയാതെ ആശ്രയം നൽകുന്ന ശ്രീ മഹാവിഷ്ണു ഭഗവാൻ സർവ ഐശ്വര്യങ്ങളുടെയും ആഗ്രഹ സാഫല്യത്തിന്റെയും ഭൂമികയായ പകൽക്കുറിയിൽ ഭക്തജനങ്ങൾക്ക് മംഗളാനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വാണ വീഴും.